إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا قيل لكم تفسحوا في المجالس فافسحوا يفسح الله لكم وإذا قيل انشزوا فانشزوا يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير. പ്രിയമുള്ള വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ പാലിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിച്ച് എല്ലാ തെറ്റുകുറ്റങ്ങൾ പുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, സൂറത്തുൽ മുജാദിലയിലെ 11-ാമത്തെ ആയത്താണ് തുടക്കത്തിൽ ഓതി വെച്ചത്. ഇൽമിന്റെ, വിജ്ഞാനത്തിന്റെ, അറിവിന്റെ മഹത്വത്തെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്ന ആയത്താണ്. നമുക്കറിയാം, ഏറെ മഹത്വമുള്ള ശ്രേഷ്ഠമുള്ള ഒരു കാര്യമാണ് ഇൽമ് പഠിക്കുക എന്നുള്ളത്, അറിവ് അന്വേഷിക്കുക എന്നുള്ളത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറെ പ്രോത്സാഹനം ഇൽമു പഠിക്കുന്ന വിഷയത്തിൽ നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, ലോകാവസാനവുമായി ബന്ധപ്പെട്ട് യൗമുൽ ഖിയാമവുമായി ബന്ധപ്പെട്ട് അതിന്റെ മുമ്പായി ഇൽമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തും. അറിവ് ഇല്ലാതാകും, അത് കുറഞ്ഞു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരുപാട് ഹദീസുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന ബൈന യദൈ സ്സാഅ ലഅയ്യാമൻ, തീർച്ചയായും ലോകാവസാനത്തിൽ പെട്ടതാണ് ചില നാളുകൾ അതിന്റെ മുമ്പായി വരാനുണ്ട്. ചില ദിവസങ്ങൾ ലോകാവസാനത്തിന്റെ മുമ്പായി വരാനുണ്ട്. ആ ദിവസങ്ങളുടെ പ്രത്യേകത എന്താണ്? യൻസിലു ഫീഹാ അൽ ജഹൽ വയുർഫഉ ഫീഹാ അൽ ഇൽം, അറിവില്ലായ്മ ധാരാളമായി വർദ്ധിക്കുകയും അറിവ് ഉയർത്തപ്പെടുകയും ചെയ്യും. ലോകാവസാനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചിപ്പിച്ചത്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന മിൻ അശ്റാത്തിസ് സാഅ, ലോകാവസാനത്തിന്റെ അലാമത്തുകളിൽ പെട്ടതാണ് അൻ യദ്ഹബൽ ഇൽമു വയദ്ഹറൽ ജഹ്ലു, ഇൽമ് പാടെ ഇല്ലാതാവുകയും അറിവില്ലായ്മ പ്രകടമാവുകയും ചെയ്യുക എന്നത് ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. വിശ്വാസികളെ, സഹോദരങ്ങളെ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിനെ ഉയർത്തുമെന്ന് പറഞ്ഞത്, അറിവില്ലായ്മ വർദ്ധിക്കുമെന്ന് പറഞ്ഞത് ഒരു മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഇൽമിനെ മായ്ച്ചു കളയുക എന്നല്ല അതിന്റെ അർത്ഥം. ഒരു ആലിമിന്റെ മനസ്സിലുള്ള ഇൽമിനെ ഇല്ലാതാക്കുക എന്നല്ല അതിന്റെ അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യഖബദുൽ ഉലമാ, അറിവുള്ള ആളുകൾ മരിച്ചു പോവുക, ഉലമാക്കൾ പണ്ഡിതന്മാർ മരിച്ചു പോവുകയും അറിവില്ലാത്ത ആളുകൾ ബാക്കിയാവുകയും ഇൽമു പഠിപ്പിക്കേണ്ട സ്ഥാനത്തേക്ക് ഇൽമു പഠിച്ച ആളുകളെ ലഭിക്കാതിരിക്കുകയും ചെയ്യുക എന്നത് ലോകാവസാനത്തിന്റെ അടയാളമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹത്താ ഇദാ ലം യബ്ഖ ആലിമൻ ഇത്തഖദ അന്നാസ റഊസൻ ജുഹാല, അതായത് അറിവുള്ള ആളുകൾ ബാക്കിയാകാത്ത സാഹചര്യത്തിൽ അറിവില്ലാത്ത ആളുകളെ ജനങ്ങൾ നേതാക്കന്മാരാക്കും. ഫസുഇലു, ആളുകൾ അവരോട് മസ്അലകൾ ചോദിക്കാൻ ആരംഭിക്കും. ഫഅഫ്തു ബിഗൈരി ഇൽം, യാതൊരു അറിവുമില്ലാതെ ആ വിഡ്ഢികളായിട്ടുള്ള ആളുകൾ ജനങ്ങൾക്ക് ഫത്വകൾ നൽകും. ഫവല്ലു വഅദല്ലു, അവരും പിഴച്ചു പോകും, മറ്റുള്ള ജനങ്ങളെ അവർ പിഴപ്പിക്കുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്, 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച കാര്യമാണ്. ഇന്ന് അത് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പണ്ഡിതന്മാരുടെ മരണവാർത്തകളാണ് നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ പണ്ഡിതൻ മരണപ്പെടുമ്പോഴും അറിവ് ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു,
അറിവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന ബോധം നമുക്കുണ്ടാകണം. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ശൈഖുൽ ഇസ്ലാം ഇമാം ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അറിവ് പഠിക്കുന്നതിന്റെ ആവശ്യകതയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഒരു പണ്ഡിതൻ മരണപ്പെടുകയാണെങ്കിൽ അറിവ് ഉയർത്തപ്പെട്ടു എന്ന് മനസ്സിലാക്കി ധാരാളം ഇൽമ് പഠിക്കാൻ, ദീനി വിദ്യാഭ്യാസം നേടിയെടുക്കാൻ വിശ്വാസികളെ, സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ ദീനി ചിട്ടയിൽ വളർത്തണം. ദീനി വിദ്യാഭ്യാസം അവർക്ക് പകർന്നു കൊടുക്കണം. ഇല്ല എങ്കിൽ വിഡ്ഢികളായ ജാഹിലായ ആളുകൾ മിമ്പറിലേക്ക് കയറി വിഡ്ഢിത്വം വിളിച്ചു പറയുന്ന അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടാകും. ജാഹിലായ ആളുകൾ ഫത്വ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറും. ഒരിക്കലും നമ്മുടെ നാട് അങ്ങനെയാകാൻ പാടില്ല. നമ്മുടെ നാട്ടിലുള്ള വിദ്യാർത്ഥികളെ തെരഞ്ഞു പിടിച്ച് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം. അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. നമുക്കറിയാം നമ്മുടെ മക്കളുടെ അവസ്ഥ എത്രത്തോളം എത്തിയെന്ന് വെച്ചാൽ, എന്റെ സുഹൃത്ത് പങ്കുവെക്കുകയുണ്ടായി. ഒരു ദിവസം +1 +2 ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സിയാരി ക്ലാസ് എടുക്കാൻ പോയ സന്ദർഭത്തിൽ അവരോട് ചെറിയൊരു ചോദ്യം ചോദിച്ചു. നമുക്കൊക്കെ അറിയുന്ന സാധാരണ ചോദ്യമാണ്. ഖബറിൽ ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഒരു കുട്ടിക്ക് പോലും അറിയില്ല. കുട്ടികൾ പറഞ്ഞിട്ട് കാര്യമില്ല. മാതാപിതാക്കൾ ദീനി ചിട്ടയിൽ വളർത്തിയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ദീനി വിദ്യാഭ്യാസം പഠിക്കുന്ന ഒരു സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുത്തിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ദീനി വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന മേഖലകളിലേക്ക് പറഞ്ഞയച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മക്കളുടെ പ്രാർത്ഥന നമ്മൾ മരിച്ചാലും ലഭിക്കണമെങ്കിൽ, നമ്മുടെ നാട് ഇൽമിയായി വളരണമെങ്കിൽ കുട്ടികളെ ഏത് രൂപത്തിൽ നമ്മൾ വളർത്തണം, ഏത് രൂപത്തിൽ അവർക്ക് വിജ്ഞാനം കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിൽ കൃത്യമായി തന്നെ കാണുവാൻ സാധിക്കും. ഇന്നല്ലാഹ അസ്സ വജല്ല ലാ യർഫഉ ദറജത ലിൽ അബ്ദി സ്വാലിഹ് ഫിൽ ജന്ന. നാളെ ആകാശഭൂമികളെക്കാൾ വിശാലമായ ആ സ്വർഗ്ഗലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ സ്വാലിഹായ അടിമകൾക്ക് വേണ്ടി ദർജകൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കും. ആ സമയത്ത് സ്വാലിഹായ അടിമകൾ അവർ അല്ലാഹുവോട് ചോദിക്കുമത്രേ, യാ റബ്ബി അന്ന ലി ഹാദിഹി, റബ്ബേ അല്ലാഹുവേ, എന്റെ ദർജകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നല്ലോ, എന്ത് കാരണം കൊണ്ടാണ് ഈ ദർജകൾ വർദ്ധിക്കുന്നതിന്റെ കാരണം എന്ത്? ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ബിഇസ്തിഗ്ഫാരി വലദിക ലക്, നിന്റെ മക്കൾ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിന്റെ പ്രാർത്ഥനകൾ വർദ്ധിപ്പിച്ചത് കൊണ്ടാണ് നിന്റെ ദർജകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ വെച്ച് പറയും. സഹോദരങ്ങളെ, മക്കളുടെ പ്രാർത്ഥനകൾ കൊണ്ട് മാതാപിതാക്കൾക്ക് സ്വർഗ്ഗത്തിൽ ദർജകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു കൊടുക്കും. നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് വരുന്ന ഒരു സ്വാലിഹായ നന്മയാണ് സ്വാലിഹായ മക്കളുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥന മാതാപിതാക്കൾക്ക് ലഭിക്കണമെങ്കിൽ എന്ത് ത്യാഗമാണ്, എന്ത് ഹാർഡ് വർക്കാണ് ഈ ദുനിയാവിൽ ചെയ്യേണ്ടത്. നമുക്കറിയാം, വളരെ ഡേഞ്ചറായ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മക്കളുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. കൊലപാതകവുമായി ബന്ധപ്പെട്ട്, ലഹരിയുമായി ബന്ധപ്പെട്ട്, അങ്ങനെ പല രീതിയിലുള്ള വാർത്തകൾ
കേട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഇത് ലോകാവസാനത്തിന്റെ അടയാളങ്ങളാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മക്കളെ നമ്മൾ ഏത് രൂപത്തിലാണ് വളർത്തേണ്ടത്? പ്രത്യേകം മനസ്സിലാക്കണം, ദീനി ചിട്ടയിൽ മക്കളെ വളർത്തണം. ദീനി വിദ്യാഭ്യാസം അവർക്ക് പകർന്നു കൊടുക്കണം. ഇല്ല എങ്കിൽ വല്ലാഹി സത്യം അവർ കൈവിട്ടു പോകും. ഇവിടെ ഭൗതികമായ വിദ്യാഭ്യാസം പഠിപ്പിക്കണ്ട എന്നല്ല പറഞ്ഞു വന്നത്, അത് ദുനിയാവിന്റെ മാർഗത്തിലുള്ളതാണ്. എന്നാൽ സഹോദരങ്ങൾ, അടിസ്ഥാനപരമായി അടിത്തറയായി നമുക്ക് വേണ്ടത് ദീനി വിദ്യാഭ്യാസമാണ്. മഅരിഫത്തുല്ലാഹ്, ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തേക്ക് അയച്ചത്, നമ്മുടെ ലക്ഷ്യം എന്താണ്, സ്വർഗം എന്താണ്, നരകം എന്താണ്, പരലോകം എന്താണ്, ഖബർ ജീവിതം എന്താണ് എന്ന് മക്കൾക്ക് പകർന്നു കൊടുക്കണം. വമഅരിഫത്തു റസൂൽ, ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തിനാണ് റസൂലിനെ ഈ ഭൂമി ലോകത്തേക്ക് അയച്ചത്, എന്ത് ദഅവത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയത്, ആ റസൂലിന്റെ സുന്നത്തിനെ പറ്റി മക്കൾക്ക് പകർന്നു കൊടുക്കണം. വമഅരിഫത്തു ദീൻ, എന്താണ് ദീനിന്റെ ചൈതന്യം, എന്താണ് ദീന് പഠിപ്പിക്കുന്നത് എന്ന് സഹോദരങ്ങളെ, വിശ്വാസികളെ മക്കൾക്ക് പകർന്നു കൊടുക്കണം. അങ്ങനെ പകർന്നു കൊടുത്താൽ മാത്രമേ നമ്മുടെ മക്കൾ സ്വാലിഹായ മക്കളാവുകയുള്ളൂ. സ്വാലിഹായ മക്കളാകണമെങ്കിൽ ദീനി വിദ്യാഭ്യാസം പകർന്നു കൊടുക്കൽ അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം, ഇൽമ പഠിക്കുക എന്നത്, ഇൽമ അന്വേഷിക്കുക എന്നത് ഓരോ ആളുകളുടെ മേൽ, മുസ്ലിമിന്റെ മേൽ നിർബന്ധ ബാധ്യതയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നിഷ്ഫലമാകും. നമ്മൾ ഒരുപാട് ഹാർഡ് വർക്കുകൾ ചെയ്തും ഉണ്ടാക്കിയ സ്വത്ത് അത് മറ്റുള്ള ആളുകൾ കൊണ്ടുപോകും, നമുക്കുള്ളതല്ലാതെ. അതേ രൂപത്തിൽ പല കാര്യങ്ങളും നിഷ്ഫലമാക്കി പോകും. എന്നാൽ നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ കൂടെ ഖബറിലേക്ക് വരുന്നത് 3 കാര്യങ്ങൾ മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമതായി പഠിപ്പിച്ചു സ്വദഖത്തുൽ ജാരിയ, നിലനിൽക്കുന്ന ദാനധർമ്മം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി, പള്ളിക്ക് വേണ്ടി സ്വതക്കകൾ ചെയ്തു. ഒരു 10 രൂപ അല്ലെങ്കിൽ 100 രൂപ സ്വതക്ക ചെയ്തു. എന്നാൽ ആ പള്ളി എത്ര കാലം ഈ ദുനിയാവിൽ നിലനിൽക്കുന്നുവോ, ആ പള്ളിയിൽ എത്ര കാലം ആളുകൾ ഇബാദത്തുകൾ എടുക്കുന്നുവോ, അത്ര കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് സ്വാലിഹായ പ്രതിഫലം നൽകിക്കൊണ്ടേയിരിക്കും. അൺലിമിറ്റഡ് ആയിക്കൊണ്ട് ഖബറിലേക്ക് വരും. അതേ രൂപത്തിൽ രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ വിജ്ഞാനം. നമ്മൾ മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുത്ത ഇൽമ് അതൊരിക്കലും നിഷ്ഫലമാവില്ല. അത് എത്ര കാലം ആളുകൾ മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കുന്നുവോ, അത് എത്ര കാലം ആളുകൾ അതനുസരിച്ച് ജീവിക്കുന്നുവോ, അത്ര കാലം നമ്മുടെ ഖബറിലേക്ക് അൺലിമിറ്റഡായി കൊണ്ടുവന്നുകൊണ്ടിരിക്കും. എന്നിട്ട് മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കൾ. അവരുടെ പ്രാർത്ഥന ഒരിക്കലും നിഷ്ഫലമാവില്ല. നമ്മൾ മരിച്ചാലും അവർ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവരുടെ പ്രാർത്ഥന ഖബറിലേക്ക് വരുമെന്ന്, പ്രകാശമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രത്യേകം മനസ്സിലാക്കണം, റസൂൽ പ്രത്യേകം എടുത്തു പറഞ്ഞു, വലദുൻ സാലിഹുൻ, സ്വാലിഹായ മക്കളായിരിക്കണം.
സ്വാലിഹത്തായ മക്കളായിരിക്കണം. എന്നാലേ അവരുടെ പ്രാർത്ഥന നമ്മുടെ ഖബറിലേക്ക് വരികയുള്ളൂ. നമ്മുടെ മക്കൾ സ്വാലിഹത്താകണമെങ്കിൽ ദീനി വിദ്യാഭ്യാസം പകർന്നു കൊടുക്കൽ അനിവാര്യമാണ് എന്ന് സഹോദരങ്ങളെ, വിശ്വാസികളെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുമാത്രമല്ല, ഇല്ല എങ്കിൽ നമ്മുടെ നാട്ടിൽ വിഡ്ഢികളായ ജാഹിലായ ആളുകൾ ഫത്വ കൊടുക്കുന്ന ഒരു രീതി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിയായി ജീവിക്കുന്ന, ഇൽമു പഠിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد. പ്രിയമുള്ള വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ പാലിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, 5 വക്ത നമസ്കാരങ്ങൾക്ക് വേണ്ടി വുദു നിർവഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും ഓരോരുത്തരും. നമുക്കറിയാം, വുദു നിർവഹിച്ചാൽ മാത്രമേ അവന്റെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഒരാൾ വുദു നിർവഹിച്ചിട്ടില്ല എങ്കിലോ അവന്റെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, മിഫ്താഹുൽ ജന്നതി അസ്വലാത്ത്. ആകാശഭൂമികളെക്കാൾ വിശാലമായ ആ സ്വർഗലോകത്തിന്റെ താക്കോലാണ് നമസ്കാരം എന്ന് പറയുന്നത്. ഒരാൾ ഈ ദുനിയാവിൽ 5 വക്ത് നമസ്കരിക്കുന്നുണ്ടോ എന്നാലേ അവര് ആകാശഭൂമികളെക്കാൾ വിശാലമായ ആ സ്വർഗലോകത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അതേ രൂപത്തിൽ നമസ്കാരത്തിന്റെ താക്കോലാണ് വുദു എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാത്തിന്റെ അടിസ്ഥാനം ഈ വുദു ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരാൾ വുദു എടുത്താൽ മാത്രമേ അവന്റെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയുള്ളൂ. നമസ്കരിച്ചാൽ മാത്രമേ അവന് സ്വർഗലോകത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. നമസ്കാരത്തിന് വുദുവിനെ കുറിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് രൂപത്തിലാണ് പ്രാക്ടിക്കലായി ചെയ്യേണ്ടത് എന്ന് കൃത്യമായി തന്നെ നമുക്കറിയാം. എന്നാൽ വുദു നിർവഹിച്ചത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ പറ്റി സൂചിപ്പിക്കുന്ന ഒരു ചെറിയ ഹദീസാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖാല, മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തവല്ലഅ ഫഅഹ്സന അൽവുദൂഅ, ആരെങ്കിലും വുദു എടുക്കുകയാണെങ്കിൽ അവൻ അഹ്സനായ രൂപത്തിൽ, പെർഫെക്റ്റായ രൂപത്തിൽ, പരിപൂർണമായി കൊണ്ട് അവൻ വുദു എടുക്കട്ടെ. അതായത് നമ്മൾ വെള്ളമെടുത്താൽ വെള്ളം തട്ടേണ്ട എല്ലാ സ്ഥലത്തേക്കും വെള്ളം എത്തിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഈ കൈയുടെ വിരലുകൾക്കിടയിൽ, കാലുകളുടെ വിരലുകൾക്കിടയിലൊക്കെ കൈയിട്ട് വെള്ളം എത്തിച്ചുകൊണ്ട് അഹ്സനായ രൂപത്തിൽ അവൻ വുദു എടുക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെ വുദു എടുത്താൽ ഖറജത് ഖതായാഹു മിൻ ജസദിഹി ഹത്താ തഖ്റുജ മിൻ തഹ്തി അദ്ഫാരിഹി. അതായത് അവൻ തന്റെ ശരീരം കൊണ്ട് ചെയ്ത എല്ലാ പാപങ്ങളും, ചെറിയ പാപങ്ങളാണ്, വലിയ പാപങ്ങൾ പുറക്കപ്പെടണമെങ്കിൽ തൗബ ചെയ്യണം, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് വേണം.
അവൻ തന്റെ ശരീരം കൊണ്ട് ചെയ്ത എല്ലാ ചെറുപാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വുദു എടുക്കുകയാണെങ്കിൽ അഹ്സനായ രൂപത്തിൽ വെള്ളമെത്തേണ്ട എല്ലാ സ്ഥലത്തേക്കും വെള്ളം എത്തിച്ചുകൊണ്ട് വുദു നിർവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ കാണുവാൻ സാധിക്കും, ഒരാൾ മുഖം കഴുകുകയാണെങ്കിൽ എങ്ങനെ അഹ്സനായ രൂപത്തിൽ ആ വുദു എടുത്തത് കൊണ്ട് അവന്റെ മുഖം കൊണ്ട് ചെയ്ത പാപങ്ങൾ, അവന്റെ കണ്ണുകൾ കൊണ്ട് ചെയ്ത പാപങ്ങൾ, അവന്റെ വായകൾ കൊണ്ട് ചെയ്ത പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. അതേ രൂപത്തിൽ ഒരാൾ കൈ കഴുകുകയാണെങ്കിൽ ആ വുദു എടുത്തതിന്റെ മൂലം അവൻ കൈകൾ കൊണ്ട് ചെയ്ത പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. ഒരാൾ കാല് കഴുകുകയാണെങ്കിൽ ആ വുദു എടുത്തതിന് മൂലം അവൻ കാലുകൊണ്ട് ചെയ്ത എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എങ്ങനെ കൈകൾക്കിടയിൽ വെള്ളം താഴേക്ക് ഊറ്റുന്നത് പോലെ അവന്റെ പാപങ്ങളെല്ലാം മായ്ച്ചു കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ദിവസത്തിൽ 5 നേരം വുദു എടുക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ നമ്മൾ ശരീരം കൊണ്ട് ചെയ്ത എല്ലാ ചെറുപാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് പുറത്തു നൽകും. അതുകൊണ്ട് സഹോദരങ്ങളെ, അഹ്സനായ രൂപത്തിൽ, പെർഫെക്റ്റായ രൂപത്തിൽ വുദു നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേ രൂപത്തിൽ സൂചിപ്പിക്കാനുള്ളത്, മസ്ജിദിന്റെ കണക്ഷനുണ്ട്, എല്ലാവരും പ്രത്യേകമായി സഹായിക്കണം. നമുക്കറിയാം, ഒരാൾ പള്ളിക്ക് വേണ്ടി സഹായിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ ജാരിയായ സ്വതക്കയാണ്. നമ്മൾ മരിച്ചാലും ആ പള്ളി എത്ര കാലം നിലനിൽക്കുന്നുവോ, എത്ര കാലം ഈ പള്ളിയിൽ ആളുകൾ ഇബാദത്തുകൾ എടുക്കുന്നുവോ, അത്ര കാലം നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ തെറ്റുകുറ്റങ്ങൾ പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നമ്മളിൽ പല വീട്ടിലും ഹോസ്പിറ്റലിലും രോഗം കൊണ്ട് കിടക്കുകയാണ് നാഥ. അവരുടെ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ. അല്ലാഹുവേ, നിന്റെ യഥാർത്ഥ ദീൻ പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അത് യഥാർത്ഥ രൂപത്തിൽ പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു കഴിവ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, നമ്മുടെ നാട്ടിൽ കുഫറും ശിർക്കും ചെയ്യുന്ന ആളുകളുടെ നാഥ, അവർക്ക് നീ ഹിദായത്തിന്റെ മാർഗം കാണിച്ചു കൊടുക്കണേ. അല്ലാഹുവേ, നിന്റെ സ്വർഗത്തെ വല്ലാത്ത ആഗ്രഹമാണ് നാഥ. ആ സ്വർഗത്തിലേക്ക് പോകുന്ന അതിഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, നിന്റെ ആ കത്തിയാളുന്ന നരകത്തെ വല്ലാത്ത പേടിയാണ് നാഥ. ആ നരകത്തെ തൊട്ട് നീ കാത്ത് രക്ഷിച്ച് അനുഗ്രഹിക്കണേ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. اللهم يا مقلب القلوب ثبت قلوبنا على دينك. رب ارحمهما كما ربيانا صغيرا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.